പൊന്നാനിയുടെ ഓരോ മേഖലയും പ്രത്യേകമായി കണ്ടറിഞ്ഞ് സമഗ്ര വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കുമെന്ന് പൊന്നാനി നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് MK സക്കീർ. മെജസ്റ്റിക് ജുവല്ലേഴ്സ്, തിരൂർ. ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ ആൻഡ് വാച്ചസ്. സെലിബ്രേറ്റിംഗ് 50 years. 10 വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ പൊന്നാനി വികസന കുതിപ്പിലാണ്. ഇനി തുടർന്നു വരേണ്ട കാര്യങ്ങൾ പ്രത്യേകമായി പരിഗണിച്ച് അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അഡ്വക്കേറ്റ് MK സക്കീർ പറഞ്ഞു. പൊന്നാനി പ്രസ് ക്ലബ്ബിൽ വെച്ച് നടന്ന മീറ്റ് ദി കാൻഡിഡേറ്റ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൊന്നാനിക്കാരനായതുകൊണ്ട് തന്നെ പൊന്നാനിയിലെ പല പ്രശ്നങ്ങളിലും ഇടപെട്ടിട്ടുള്ള ആളായതിനാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ നന്നായി അറിയാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്ത് ഉത്തരവായിട്ടുള്ള കടൽഭിത്തി നിർമ്മാണമാണ് പരിഗണനയിൽ ഒന്നാമത്. കടലാക്രമണത്തിന് ശാശ്വത പരിഹാരം ലഭിക്കുന്നതിനായി 569 കോടിയുടെ പദ്ധതിക്കാണ് അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. വിജയിച്ചാൽ ഏറ്റവും ആദ്യം എടുത്തു നടത്താവുന്ന പ്രവർത്തനം ഇതുതന്നെയായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പെരുമ്പടപ്പ്, മാറഞ്ചേരി, വെളിയങ്കോട്, നന്നമുക്ക്, ആലങ്കോട്, പൊന്നാനി മുനിസിപ്പാലിറ്റി അടുക്കള പ്രദേശവും അതുപോലെ തന്നെ കാപ്പിരിക്കാട് മുതൽ കോടതിപ്പടി വരെയുള്ള കടൽ ഭിത്തിയും അതുമായി ബന്ധപ്പെട്ട് ആവശ്യകത, അതിനോടൊപ്പം നിൽക്കുന്ന മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വലിയ മനുഷ്യരുടെ ജീവിതങ്ങൾ, ഇങ്ങനെ നീണ്ടു കിടക്കുന്ന ഒരുപാട് പദ്ധതികൾ പരിശോധിച്ചതിൽ നമുക്കറിയാം, നമ്മൾ കടൽ ഭിത്തി ഇപ്പോൾ നമ്മളൊരു വലിയ ഒരു ആവശ്യകത, മാറി വരുന്ന കാലാവസ്ഥകളിലെ വ്യതിയാനങ്ങൾക്കനുസരിച്ച് ഏത് ഭാഗങ്ങളിലാണ് ഈ കടലലകൾ കൂടുതലായി അക്രമാസക്തമാകുന്നത് എന്നൊക്കെ പല വ്യതിയാനങ്ങളാണ്. ഇപ്പോൾ ഈ പ്രകൃതിയുടെ ഈ കടലുമായി ബന്ധപ്പെട്ട ഒരു പ്രദേശങ്ങളെ പല സോണുകളായി തിരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു സോണ് 10 ഹോട്ട്സ്പോട്ടുകളിൽ പ്രധാനപ്പെട്ട സ്പോട്ടായി കണ്ടെത്തിയിട്ടുള്ളത് പൊന്നാനിയാണ്. ഇത് 10 സ്പോട്ടുകളായി നിശ്ചയിക്കും. അതിൽ 10 തന്നെ പ്രധാനപ്പെട്ട പ്ലോട്ടുകളായി പൊന്നാനി വരികയും ഏകദേശം 600 കോടി രൂപയോളം അതിന് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ആ ഒരു പ്രവൃത്തിക്കുള്ള ഒരു സർക്കാർ ഉത്തരവ് ഇറങ്ങിയ സ്ഥിതിക്ക് നേരത്തെ പറഞ്ഞ പോലെ സ്വപ്നം, ഞാനടക്കം കണ്ടിരുന്ന സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. ആ യാഥാർത്ഥ്യമാകുന്ന ആ ഒരു പദ്ധതിക്ക് അതിൻ്റെ മുന്നിൽ നിന്ന് അത് പൂർത്തീകരിക്കുക എന്ന ഒരു ചുമതലയായിരിക്കും ആദ്യം തിരഞ്ഞെടുക്കപ്പെടുന്ന പക്ഷം നിർവഹിക്കുക. ഒന്ന്. രണ്ടാമത്, നമ്മൾ ഫിഷിംഗ് ഹാർബർ എന്ന രൂപത്തിലൊക്കെ വരുമ്പോൾ അവിടെ വലിയ തോതിൽ അവിടുത്തെ കുറേ ജീവിതങ്ങളുണ്ട്. അതിനെ നമ്മൾ ഏറ്റവും നല്ല രൂപത്തിൽ മെച്ചപ്പെടുത്തിയെടുക്കാവുന്ന രൂപത്തിൽ അതിൻ്റെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നുണ്ട്. ഓരോ പഞ്ചായത്തിലെയും നമ്മൾ നോക്കിക്കാണുമ്പോൾ അപ്പോൾ എല്ലാ പഞ്ചായത്തിലും നമുക്ക് ഭാഗ്യവശാൽ ഒരു ആഭ്യന്തര ടൂറിസത്തിനെ കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയായി കാണുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ എല്ലാ പഞ്ചായത്തിനെയും നമ്മൾ ടൂറിസം ആക്കി മാറ്റുന്നത് പറഞ്ഞാൽ, അത് വിനോദസഞ്ചാരികൾക്ക് ഉള്ള ഒരു ആകർഷണ വലയത്തിനപ്പുറത്തേക്ക് നമ്മൾ അതിനെ കാണുന്നത്, അതിനകത്ത് ഒരു തൊഴിൽ ഉത്ഭവിച്ചു വരുന്നുണ്ട്. അതിനകത്ത് ചെറിയ വരുമാനങ്ങൾ ഉത്ഭവിക്കുന്ന ചെറുകിട കച്ചവടക്കാർ വരുന്നുണ്ട്. അപ്പോൾ ആഭ്യന്തര ടൂറിസം എന്ന് പറഞ്ഞാൽ ഒരിക്കലും വലിയ രൂപത്തിലുള്ള വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ നാട്ടിലെ, പ്രത്യേകിച്ചും നമ്മൾ റിവേഴ്സ് മൈഗ്രേഷനൊക്കെ ഉള്ള കാലഘട്ടത്തിൽ ഗൾഫിൽ നിന്നൊക്കെ തിരിച്ചു വരുന്നവർക്കൊരു പക്ഷേ നന്നായി ഒരു 1-2 പേര് കൂടിയിരുന്ന് ആലോചിച്ചാൽ പോലും ചെറിയ രൂപത്തിൽ അതിനെ വികസിപ്പിച്ചെടുത്ത് നമ്മളെ കുമ്പളങ്ങി അല്ലെങ്കിൽ മൺട്രോത്ത്, തുരുത്ത് ദ്വീപിലൊക്കെ നിങ്ങൾ പോയി കാണും. അവിടെയൊക്കെ പറഞ്ഞാൽ ആഭ്യന്തര ടൂറിസത്തിൻ്റെ ഭാഗമായി ഓരോ വീടുകളും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിൽ ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ വീടിൻ്റെ മുകളിൽ അല്ലെങ്കിൽ വീടിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് അവർ വീട്ടിൽ താമസിക്കുകയും അതിൻ്റെ ഒരു ഭാഗം ദിവസ വാടകയ്ക്ക് ഈ ടൂറിസ്റ്റുകൾക്ക് കൊടുക്കുന്ന സംഭവങ്ങളുണ്ട്. അപ്പോൾ ഒരു 1500-2000 രൂപയ്ക്ക് ഒരു ദിവസം കിട്ടും. നല്ല മീൻകറിയും ചോറൊക്കെ കൊടുത്തിട്ട് അതൊരു വലിയ ഒരു അട്രാക്ഷനാണ്.
ഹാർബർ നവീകരണത്തിനും ആവശ്യമായ എല്ലാ പഞ്ചായത്തിലും ആഭ്യന്തര ടൂറിസം സാധ്യതകൾ വളരെയധികമുള്ള നാടാണ് പൊന്നാനി. വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ തന്നെ കടലോര കായലോര ടൂറിസം സാധ്യമാക്കുന്ന നിള ടൂറിസം പദ്ധതി, തുർവാണം ദ്വീപ് തുടങ്ങിയ പദ്ധതികൾ വിപുലപ്പെടുത്തുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. 34 കോടി രൂപ ചെലവാക്കി തുർവാണം പാലം നിർമ്മിച്ചത് വളരെ കുറച്ച് ജനങ്ങൾക്ക് വേണ്ടിയാണ്. മറ്റുള്ളവരെ പോലെ തുല്യ മനുഷ്യാവകാശം ആ ദ്വീപിലുള്ളവർക്കും ലഭിക്കണമെന്നതാണ് സംസ്ഥാന സർക്കാർ ഇതിനെക്കുറിച്ച് ആലോചിച്ചത്. ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കും. 2 വർഷമായി UDF സ്ഥാനാർത്ഥി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ടല്ലോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അതൊക്കെ പൊന്നാനിക്കാർ തിരിച്ചറിയുമെന്നും അഡ്വക്കേറ്റ് MK സക്കീർ മറുപടി നൽകി.